നമസ്കാരം. ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ആയൂരിൽ പ്ലാവറ റോഡിലും ഓയൂർ റോഡിലും കക്കൂസ് മാലിന്യം ഒഴുകുന്നതുമായി ബന്ധപ്പെട്ട് ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ആയൂരിലെ വ്യാപാര ഭവനിൽ വെച്ച് വ്യാപാരി വ്യവസായികളുടെ നേതൃത്വത്തിൽ ചർച്ച നടന്നു. ചർച്ചകൾക്കൊടുവിൽ ഗ്രാമപഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഓടകൾ പരിശോധിച്ചുകൊണ്ട് കെട്ടിക്കിടക്കുന്ന മലിനജലം ഒഴുകിക്കളയുവാനും ഓടകൾക്ക് മുകളിൽ അനധികൃതമായി സ്ഥാപിച്ചിരിക്കുന്ന കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുവാനും നടപടികൾ സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വ്യാപാരി വ്യവസായ നേതാക്കൾക്കും കച്ചവടക്കാർക്കും ഉറപ്പു നൽകി. തുടർന്നുള്ള ദിവസങ്ങളിൽ രൂപരേഖ തയ്യാറാക്കി പരിശോധനകൾ നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും സെക്രട്ടറി അറിയിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, വ്യാപാരി വ്യവസായ നേതാക്കൾ, ജനപ്രതിനിധികൾ, കച്ചവടക്കാർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ട്രൂത്ത് വിഷൻ ന്യൂസ്, ആയൂർ. വ്യാപാരി വ്യവസായ സമിതി എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ നമ്മൾ ഈ ഫൈറ്റ് ചെയ്യുന്നത് നമുക്കുള്ള പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് അനുകൂലമായ ഒരു സഹകരണം നമുക്ക് ലഭിക്കുന്നു തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്കറിയാം ആയൂരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ വരുമാനം കിട്ടുന്നത്. നമുക്ക് ആയൂരിലെ നിവാസികളിൽ നിന്ന്, ആയൂർ വ്യാപാരികളിൽ നിന്നാണ് കൂടുതൽ സമ്പത്തോടെ ലഭിക്കുന്നത്. പക്ഷേ അതിനനുസരിച്ച് ഒരു വികസനവും നമ്മൾ ആയൂരിൽ കാണുന്നില്ല. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഈ ഒരു കൊച്ചു ഓടയുടെ വിഷയമായിട്ടാണ് നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓടയുടെ വിഷയം മാത്രമല്ല, ഇതോടനുബന്ധിച്ച് ഒരുപാട് വിഷയങ്ങളുണ്ട്. മാർക്കറ്റ്, പിന്നെ ഇവിടെ തേക്കെ ബ്രേക്ക് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ നമ്മളെല്ലാം പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരെല്ലാം പ്രതികരിക്കും. ഒരു പ്രതികരിച്ചിട്ട് ഒരു കാര്യമില്ല. പണ്ടൊക്കെ പ്രതികരിച്ചാല് നമ്മുടെ നേതാക്കന്മാർ കണ്ണു തുറക്കുവാൻ, ഇപ്പൊ കണ്ണില്ലെന്നായിരിക്കുന്നു. ടോയ്ലറ്റ് പണിഞ്ഞിട്ടുണ്ട്, പലയിടത്തും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഈ ചിറയിൽ നിന്ന് തുടങ്ങുന്ന ആയൂർ ചരക്കരോട്ട് ചിറയിൽ നിന്ന് തുടങ്ങുന്ന ആ ഓടയാണിത്. ഈ ഓട വന്ന് ദീപ്തിയുടെ അവിടെ എത്തിയിട്ട് ഈ സെൻട്രൽ കൂടി ആയൂർ പിന്നെ ആറ്റിൽ ഇറങ്ങുന്ന ഓടയാണിത്. ഇത് എവിടൊക്കെ ബ്ലോക്ക് ഉണ്ട്, പഞ്ചായത്ത് പരിശോധിക്കണം. എവിടൊക്കെ ബ്ലോക്ക് ഉണ്ട്, ആരാണ് ഇതിന് ഉത്തരവാദികൾ, അവർക്ക് മേൽ നടപടി എടുക്കണം. അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ദിവസം 24 മണിക്കൂർ സമയം കൊടുത്തിട്ട് അവർക്ക് അതിനകത്ത് ക്ലിയർ ചെയ്യാൻ സമയം കിട്ടും. ഞങ്ങൾക്ക് അവിടെ കച്ചവടം ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾ കടകൾ അടച്ചിട്ട് പ്രത്യക്ഷ സമരപരിധിയിലേക്ക് പോകാനായിരുന്നു ഞാൻ ഉദ്ദേശം. അപ്പോഴാണ് ഇന്നലെ ഈ നോട്ടീസ് ഇട്ട് ഇവിടെ ചർച്ച കൊണ്ട് എത്തണമെന്ന് പറഞ്ഞിട്ട് അവിടെ മുതൽ തന്നെ ആ ഓടയിൽ കൈയേറ്റമുണ്ട്. ഓടയുടെ പുറത്ത് എല്ലാവരും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിനൊരു ശാശ്വത പരിഹാരം ഞാൻ ചോദിക്കുന്നത്, അവിടെ മുതൽ നിങ്ങൾ ഓട പൊളിക്കാൻ തയ്യാറാണോ? ആ ചിറയിൽ അവിടെ നിന്ന് ഓട പൊളിക്കാൻ തയ്യാറാണോ? അത് നടക്കുന്ന കാര്യമാണോ എന്നുള്ളത് ആദ്യം ആലോചിക്കുക. ഞാൻ പറയുന്ന കാര്യം പറയട്ടെ. ഞാനിത് പരിശോധിച്ചപ്പോ എനിക്ക് ബോധ്യപ്പെട്ട മറ്റൊരു കാര്യം, ഇവിടെ ആ സ്ഥലത്തിന്റെ അവിടെയാണ് ഓട ഓപ്പണായി കിടക്കുകയും സ്ലാബില്ലാതെ ഓപ്പണായി കിടക്കുകയും അവിടെ വെച്ചാണ് വെള്ളം ബ്ലോക്കായി നിൽക്കുന്ന സാഹചര്യം. എന്റെ പരിശോധനയിൽ എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് പറയുന്നത്. അവിടെയാണ് വെള്ളം ബ്ലോക്കായി നിൽക്കുന്നത്. അവിടെ നിന്ന് ഓട അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോ ഇദ്ദേഹത്തിന്റെ പുരേടമാണെന്ന് പറയുന്നു. ആ ഓടയുടെ വരച്ചിട്ടുണ്ട് ഈ പ്ലാനില്, പെർമിറ്റ് കൊടുത്ത പ്ലാനില്. അപ്പൊ പക്ഷെ ആ ഓട അവിടെ കാണുന്നില്ല. ഞാനവിടെ ചെല്ലുമ്പോൾ ഓട കാണണ്ടേ? ആ ഓട അത്ര ഭാഗത്തല്ലേ വിസിബിൾ ആയിട്ടുള്ളൂ. ബാക്കി ഓട എങ്ങോട്ടാണെന്ന് എനിക്കത് കാണണം. ഓട എവിടെയാണെന്ന് എനിക്ക് കാണാൻ പറ്റണം. അപ്പൊ അത് ആരുടെ ഭാഗത്താണ് ആ വീഴ്ചയെന്ന് പരിശോധിച്ച് അത് സ്വമേധയാ അതിനുള്ള പരിഹാരം കാണുക. അത് ആരുടെയും കുറ്റപ്പെടുത്താനൊന്നുമല്ല, നമ്മുടെ ഈ സമൂഹത്തിന്റെ ആവശ്യമാണ്. നിങ്ങൾക്ക് എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പൊ നമ്മുടെ ഭാഗത്തിന് ചെറിയൊരു വിട്ടുവീഴ്ച ചെയ്താൽ അതിനൊരു പരിഹാരം ഉണ്ടാവുമെങ്കിൽ അത് ചെയ്യണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പൊ അത് സ്വയം, അത് ഒരാളെ മാത്രം ഞാൻ കുറ്റം പറയുന്നില്ല. ആ ഓട അങ്ങനെ കിടക്കാനായിട്ട് നിങ്ങൾ എല്ലാവരും കാരണക്കാരാണ്. നിങ്ങൾ എല്ലാവരുടെയും കടകളിൽ നിന്നുള്ള വേസ്റ്റും മറ്റു കാര്യങ്ങളും എല്ലാം അതിലിടുന്നുണ്ട്. ഒരുപാട് വേസ്റ്റ് അതിന്റെ അടിഞ്ഞു കിടപ്പുണ്ട്. അതൊന്നും ഒരു വ്യക്തിയുടെ മാത്രം കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ നമുക്ക് കുറ്റം പറയാനാണെങ്കിൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. കാരണം ഈ റോഡിലുള്ള മാലിന്യം ആര് നമുക്കറിയാം. എല്ലാവരും ഈ ഇരിക്കുന്നവർക്ക് എല്ലാം അറിയാം. നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ആർക്കും അറിയാൻ വയ്യാതല്ല ഈ പറയുന്നത്. അറിഞ്ഞിട്ട് തന്നെ ഈ പറയുന്നത് ആരാണ് ഈ മാലിന്യം ഈ ഓടയിൽ ഒഴുക്കുന്നത് അറിയാത്തവരാരായി ഇരിക്കുന്ന മൊത്തപ്പേരെ. അപ്പൊ പറയത്തില്ല, ആരും പറയത്തില്ല. പക്ഷെ അത് ശരിയുള്ള കാര്യമാണെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മാലിന്യം ആരൊഴുക്കി വിടുന്നുള്ളത് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയാം. അപ്പൊ അതിന്റെ എല്ലാവർക്കും നോട്ടീസ് കൊടുക്കാം. എല്ലാവർക്കും നോട്ടീസ് കൊടുത്ത് പിന്നെ പകല് വരാൻ പറ്റാത്ത സാഹചര്യം. എങ്ങനെ ഒരാൾ വരാൻ പറ്റും? ഒരാൾ ടൗണിൽ നിന്ന് വന്ന് കണ്ടാൽ നാളെ ടൗൺ ഇറങ്ങാത്ത സാഹചര്യമാണ്.
ദൈനംദിന വ്യാപാര മേഖല തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ ഞങ്ങളെപ്പോലുള്ള പ്രമുഖരായിട്ടുള്ള എല്ലാവരും സൂചിപ്പിച്ചു. ഞങ്ങൾ ഓരോ ദിവസവും കഷ്ടപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഗവൺമെന്റ് തലത്തിൽ ഞങ്ങളോട് കാണിക്കുന്ന ഈ നീതികേടിനെതിരെ പ്രതികരിക്കേണ്ട സമയമായി. ഞങ്ങൾ ഒന്നും ചെയ്തെങ്കിൽ പബ്ലിക്കായിട്ട് എംസിനോട് ഇറങ്ങിയിരിക്കും. അവർ